വഴി തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. വഴിയും സത്യവും ജീവനും ആണ് നമ്മുടെ ദൈവം. ആ ദൈവം ദൈവം ഒരു വഴി നമുക്ക് വേണ്ടി ദൈവം തുറന്നു വച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്. വഴി വെച്ചിട്ടുള്ള വ്യക്തികളുടെ മേൽ പ്രതിസന്ധികളുടെ ഇടയിലാണ് വഴി ഒളിച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ വഴി ഒളിച്ചിരിക്കുന്നത് പ്രതിസന്ധികളുടെ മധ്യയാണ്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എങ്കിൽ നിങ്ങൾക്കായി ദൈവം വലിയൊരു വഴി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുവാൻ സാധിക്കുന്നത്. പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ അവർക്ക് വേണ്ടിയാണ് വഴി വച്ചിരിക്കുന്നത്. നിങ്ങളോട് ദൈവം അനേകം വാഗ്ദത്തങ്ങൾ, നിങ്ങൾ പ്രാപിച്ചെടുത്ത അനേകം വാഗ്ദത്തങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇന്ന് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നാം നോക്കുമ്പോൾ നമുക്ക് ദൈവം വച്ചിരിക്കുന്നതായ ആ വഴി നമ്മുടെ മുമ്പേ തുറക്കപ്പെടുമോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലായിരിക്കും ആ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. നാം വഴി തുറക്കാനായി ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വഴി തുറക്കുവാനായി അനേകം നാളുകളായി ഉപവസിക്കുകയും കരയുകയും കണ്ണുനീർ ഒഴുക്കുകയും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി, ദൈവമേ നീ എന്നോട് പറഞ്ഞതായ വാഗ്ദത്തങ്ങൾ, നീ എന്നോട് സംസാരിച്ചതായ വെളിപ്പാടുകൾ, എന്നെക്കുറിച്ച് നീ പറഞ്ഞതായ ഓരോ ശബ്ദങ്ങളും നോക്കുമ്പോൾ അതൊന്നും നടക്കുവാൻ ചാൻസ് ഇല്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കാം, പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. നമുക്ക് ഇസഹാക്കിനെ ഒന്ന് നോക്കാം. ഇസഹാക്കിനെ നമുക്ക് നോക്കാം. ഇസഹാക്ക് അനേകം കിണറുകൾ കുഴിച്ചതായി നമുക്ക് 25-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഇസഹാക്ക് ഓരോ കിണർ കുഴിക്കുമ്പോഴും അവിടെ ധാരാളം വെള്ളം, ഞാൻ കഴിഞ്ഞ ഒരു മെസ്സേജിൽ പറയുവാനിടയായി, വെള്ളം പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. വെള്ളം എന്നത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. കിണർ കുഴിക്കുമ്പോൾ ഇസഹാക്ക് കുഴിച്ച കിണറുകളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞതായി ഫെലിസ്ത്യർ കണ്ടപ്പോൾ അവർക്ക് അസൂയ മൂത്തിട്ട്, എന്തു വന്നിട്ടാണ്? അസൂയ മൂത്തിട്ട് അവർ ആ കിണറുകളെ നികത്തുവാനായി തീരുമാനിക്കുകയും ഇസഹാക്ക് കുഴിച്ചു 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 കുഴിച്ച് ഓരോ കിണറുണ്ടാക്കുകയും അതിൽ നീരുറവ പൊട്ടി വരികയും ധാരാളം വെള്ളം ലഭിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, എന്നാൽ ഫെലിസ്ത്യർ കുഴിക്കുന്ന കിണറുകളൊന്നും നീരുറവ് കടന്നു വരുന്നില്ല, അവിടെ വെള്ളം വരുന്നില്ല. ഈ ഇസഹാക്ക് കുഴിക്കുന്നതായ സമയമെന്ന് പറഞ്ഞാൽ വളരെ ക്ഷാമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വളരെ ക്ഷാമം, അവിടെ ഒരിടവും വെള്ളമില്ല, കഴിക്കുവാൻ ഭക്ഷണമില്ല, ധാന്യങ്ങളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ സമയത്താണ് ഇസഹാക്ക് കിണർ കുഴിക്കുന്നത്. ഇസഹാക്ക് കുഴിക്കുന്ന കിണർ വെള്ളം കൊണ്ട് നിറയും. ഇസഹാക്ക് കിണർ കുഴിക്കുമ്പോൾ ദൈവം അവിടെ നീരുറവ് കൊടുക്കും. ഇസഹാക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ മാത്രമേ പിശാച് തകർക്കുവാൻ നോക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പിശാച് എങ്ങനെ ഒതുക്കാമെന്ന് നോക്കും. കാരണം ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണ് ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളത്. ദൈവം ആ വ്യക്തിയെക്കുറിച്ച് ഒരു വലിയ കാഴ്ചപ്പാട്, ആ വ്യക്തിയെക്കുറിച്ച് വലിയ പദ്ധതി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ
ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയാണ് ഈ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തി. ആ വാഗ്ദത്ത സന്തതിയിലൂടെ ദൈവം അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആ ഇസഹാക്ക് കുഴിക്കുന്ന ദൈവ ഭയമുള്ള, ദൈവഭക്തിയുള്ള, ദൈവത്തെ ആശ്രയിക്കുന്ന, ഏത് കാര്യത്തിനും ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള വ്യക്തികളുടെ മേൽ അസൂയ മറ്റുള്ളവർക്ക് കടന്നു വരുമ്പോഴാണ് പലരുടെയും പല പ്രതിസന്ധികൾ നാം അനുഭവിക്കുവാൻ ഇടയാകുന്നത്. നമ്മുടെ വാഗ്ദത്തങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ആ വെളിപ്പാടുകൾ, ദൂതുകൾ വെളിപ്പെട്ട് വന്നാൽ ഇവൻ അനുഗ്രഹിക്കപ്പെടും, ഇവൾ അനുഗ്രഹിക്കപ്പെടും, നാം ചിന്തിക്കുന്നതിൽ ഉപരി അനുഗ്രഹിക്കപ്പെടും എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയെ അടച്ചു വെക്കുവാൻ, ആ വ്യക്തിയെ മൂടി വെക്കുവാൻ അവർ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി പുറത്തു വരാതെ ഇരിക്കുവാൻ എങ്ങനെയൊക്കെ ശ്രമിക്കുവാൻ സാധിക്കുമോ അവർക്ക് അസൂയ മൂത്തിട്ട് ചെയ്യുവാനിടയാകും. അതാണ് നമുക്കിവിടെ ഉൽപ്പത്തി 25-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസഹാക്ക് കുഴിക്കുമ്പോൾ കിണറിൽ ധാരാളം വെള്ളം ലഭിക്കുന്നു. അതുകൊണ്ട് ഇസഹാക്ക് കുഴിച്ചതായ കിണറുകളെ അസൂയ മൂത്തിട്ട് ഫെലിസ്ത്യർ അതിനെ മൂടിക്കളയുന്നു. എന്നിട്ടും ഇസഹാക്ക് തളർന്നു പോയില്ല. അതുപോലെ ആയിരിക്കണം ദൈവമക്കളെ നിങ്ങൾ ഓരോരുത്തരും. നമുക്ക് പ്രതിസന്ധികൾ കൊണ്ടിടും, പ്രതികൂലങ്ങൾ കൊണ്ടിടും. നാം ഉയർന്നു വരാതിരിക്കുവാൻ, നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി നടക്കാതെ ഇരിക്കുവാൻ പിശാച് പല വ്യക്തികളിലൂടെയും പ്രവർത്തിച്ച് നമ്മെ മൂടി വയ്ക്കുവാൻ, നമ്മെ ഒതുക്കി വയ്ക്കുവാൻ, നമ്മെ അടച്ചു വയ്ക്കുവാൻ ശ്രമിക്കും. പക്ഷേ ഈ അടച്ചു വയ്ക്കുന്നതിലൂടെയെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരുമെന്നുള്ള, ദൈവം നമുക്ക് തുറന്നതായ വഴി ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. എന്നായാലും ആ വഴിയിലൂടെ നാം പുറത്തു പോകുമെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്നവർ ആരാണ്? ദൈവമാണ്, ക്രിസ്തുവാണ്, യേശുവാണ്. യേശു കർത്താവാണ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്നവൻ. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവിടെ ആരാണ് താക്കോലുള്ളവൻ? വഴി തുറക്കുവാൻ, വാതിൽ തുറന്നു തരുവാൻ താക്കോലുള്ളവൻ ആരാണെന്ന് അവിടെ വ്യക്തമായി പറയുന്ന വാക്യമാണ്. വിശ്വസ്തനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനും ആയി ആരും അടയ്ക്കാത്ത വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു എന്ന്. ആര് അടച്ചാലും തുറക്കാൻ കഴിയുന്നവൻ, ആര് തുറന്നാലും അടയ്ക്കുവാൻ കഴിയുന്നവൻ, അതായത് യേശു കർത്താവ് തുറക്കുന്ന വാതിൽ മറ്റുള്ളവർക്ക് അടയ്ക്കുവാൻ സാധിക്കുകയില്ല. യേശു കർത്താവ് ഒരു വാതിൽ അടച്ചാൽ ആ വാതിൽ ആർക്കും തുറക്കുവാനും സാധിക്കുകയില്ല. നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കി വാതിൽ തുറക്കുന്നത് ആരാണ്? യേശു കർത്താവാണ്. അവിടെ ഇസഹാക്കിന് നീരുറവ തുറന്നു കൊടുത്തത് ആരാണ്? ദൈവമാണ്. ദൈവം തന്നെയാണ് പുത്രനായി യേശുവായി ഭൂമിയിൽ ജനിച്ചത്. യേശു കർത്താവ് അവിടെ നീരുറവ തുറന്നു. പക്ഷേ ഫെലിസ്ത്യർ അത് മണ്ണിട്ട് മൂടി. എന്നിട്ടും ആ നീരുറവ അവിടെ ഉണ്ടായിരുന്നു. യേശു കർത്താവ് തുറന്നതായ ആ നീരുറവ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫെലിസ്ത്യർ അത് മൂടിയെങ്കിലും ആ നീരുറവനെ ഇല്ലാതെയാക്കുവാൻ
ഫെലിസ്ത്യർക്ക് സാധിച്ചില്ല. കാരണം ആ നീരുറവ തുറന്നത് ദൈവമാണ്, ക്രിസ്തുവാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം അനേകം വാഗ്ദത്തങ്ങൾ, അനേകം പ്ലാനുകൾ നമ്മെക്കുറിച്ച് പറഞ്ഞ് നാം മുഴങ്കാലിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഉപവസിച്ചപ്പോൾ, കണ്ണുനീരോടെ കരഞ്ഞപ്പോൾ, വചനം വായിച്ചപ്പോഴെല്ലാം ദൈവം നമ്മോട് സംസാരിച്ചതായ, നമുക്ക് വേണ്ടി ദൈവം നമ്മോട് ഇടപെട്ടതായ വാഗ്ദത്തങ്ങളുണ്ട്. നീ ഇന്നതാകും, നീ ഉയർച്ച പ്രാപിക്കും, നീ അനുഗ്രഹം പ്രാപിക്കും, നീ അനേകം പേർക്ക് പ്രയോജനമുള്ള പാത്രമായി തീരും, നീ അനേകം പേർക്ക് അനുഗ്രഹമായി തീരും, നിന്നിലൂടെ അനേകം പേർ സൗഖ്യമാകും, നിന്നിലൂടെ അനേകം പേർ രക്ഷ രുചിച്ചറിയും, നിന്നിലൂടെ അനേകം പേർ ദൈവത്തെ മനസ്സിലാക്കും എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതായ വാഗ്ദത്വം ആ പിശാച് കേട്ടിട്ട് അസൂയപ്പെട്ടിട്ടാണ് പല വ്യക്തികളിലൂടെയും പിശാച് പ്രവർത്തിച്ചിട്ട് ദൈവം നിങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുവിച്ച ആ നീരുറവിനെ, ആ വാതിലിനെ അടയ്ക്കുവാൻ, മണ്ണിട്ട് മൂടുവാൻ, ഒതുക്കി കെട്ടുവാൻ പല വ്യക്തികളിലൂടെയും ശ്രമിച്ചിട്ട്. കാരണം ഇവൾ പുറത്തു വന്നാൽ അവൾ അനുഗ്രഹമായി തീരും, അവളെ പിന്നെ നമുക്ക് ഒതുക്കി കെട്ടുവാൻ സാധിക്കുകയില്ല, ഇവൻ പുറത്തു വന്നാൽ ഇവനെ പിന്നെ പിടിച്ചു കെട്ടുവാൻ സാധിക്കുകയില്ല എന്ന് പിശാചിന് മനസ്സിലായിട്ട് പല വ്യക്തികളിലൂടെയും നിങ്ങളുടെ ശുശ്രൂഷയെ പുറത്തു വരാതെ ഇരിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ മൂടിക്കെട്ടും. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കാതിരിക്കുവാൻ മൂടിക്കെട്ടുവാൻ ശ്രമിക്കും. പല വ്യക്തികളിലൂടെ പിശാച് കടന്നു വരും. ഇസഹാക്കിന്റെ വാഗ്ദത്തങ്ങൾ നടക്കാതിരിക്കുവാൻ പിശാച് കണ്ടത് ഫെലിസ്ത്യരെയാണ്. അതുകൊണ്ടാണ് ഫെലിസ്ത്യർ ആ ഇസഹാക്കിന്റെ വാഗ്ദത്തങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ, നന്മ പുറത്തു വരാതിരിക്കുവാൻ, ഇസഹാക്കിന് ക്ഷാമം വിട്ടുമാറുവാൻ കാരണമാകുന്ന ആ നീരുറവിനെ മണ്ണിട്ട് മൂടുവാൻ അസൂയ പൂണ്ടിട്ട് ശ്രമിച്ചത്. അതുപോലെ തന്നെയാണ് ഇന്ന് ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ പല വ്യക്തികളിലൂടെ പിശാച് പ്രവർത്തിച്ചിട്ട് പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതങ്ങളിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ ഒക്കെ നോക്കുന്നത്. അവിടെയൊന്നും പതറാതെ ഇസഹാക്കിനെ പോലെ ഫെലിസ്ത്യർ മൂടിയപ്പോഴും ഇസഹാക്ക് കുഴിച്ചുകൊണ്ടേയിരുന്നു. ഒരു കിണർ കുഴിക്കും, ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടും. അടുത്ത് ഇസഹാക്ക് വീണ്ടും കിണർ കുഴിക്കും, ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടും. അവസാനം എന്തായി തീർന്നു? ഇസഹാക്കിന്റെ മുമ്പേ അവർ തോറ്റു പിന്മാറുവാനിടയായി. ദൈവം അവരെ അവിടെ നിന്ന് ഓട്ടിക്കുവാനിടയായി. ഫെലിസ്ത്യരെ അവിടെ ഓട്ടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമുക്കെതിരായി കടന്നു വരുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ കണ്ട് നാം പേടിക്കാതെ, നാം ആ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, നാം വെട്ടുന്നതായ, നാം കുഴിക്കുന്നതായ ആ കിണറുകളെ മൂടുന്നതായ, ആ മണ്ണിട്ട് മൂടുന്നതായ ആ ഫെലിസ്ത്യരെ കണ്ട് നാം പേടിക്കാതെ നാം കുഴിച്ചുകൊണ്ടേയിരിക്കണം. ദൈവം തന്നതായ ആ വാഗ്ദത്വത്തിലേക്ക് എത്തിച്ചേരുവാനായി നാം കുഴിച്ചുകൊണ്ടേയിരിക്കണം. നാം കുഴിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി നാം ദൈവത്തോട് ആരാധിക്കുന്നതിലൂടെ, ദൈവത്തോട് നാം ചേർന്നിരിക്കുവാൻ, എത്രത്തോളം ചേർന്നിരിക്കുവാൻ നാം ശ്രമിക്കുന്നതിലൂടെ ഒക്കെയാണ് നാം ആ കിണർ കുഴിക്കുന്നത്. നാം കുഴിക്കുന്നത് അങ്ങനെയാണ്. നാം കുഴിക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മളിലുള്ള ആ പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിച്ചു തരുകയും നമ്മളിലുള്ള ആ കൃപാവരങ്ങൾ ജ്വലിക്കുവാനും കൂടുതലായി കൂടുതലായി പ്രാപിക്കുവാൻ, ആ നീരുറവ് നമുക്ക് പ്രാപിക്കുവാൻ, കൂടുതലായി നമുക്ക് പ്രാപിക്കുവാനുള്ള ആ ശക്തി നമ്മളിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കും.
നമുക്ക് വീണ്ടും വീണ്ടും കുഴിക്കുവാനുള്ള ശക്തി, വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് ആ കിണറുകൾ കുഴിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. എത്ര തന്നെ പ്രതികൂലങ്ങൾ കൊണ്ടിട്ട്, എത്ര തന്നെ പ്രതിസന്ധികൾ കൊണ്ടിട്ട്, എത്ര തന്നെ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഫെലിസ്ത്യർ മൂടാൻ നോക്കിയാലും പിശാച് വ്യക്തി ജീവിതങ്ങളെ കയ്യിലെടുത്ത്, ഭവനത്തിലുള്ള വ്യക്തി ജീവിതങ്ങളെ തന്നെ കയ്യിലെടുക്കാം. കാരണം വേറെ ഒന്നുമല്ല, നീ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട്, അത് പിശാച് മനസ്സിലാക്കിയിട്ട് നിന്റെ പ്രാർത്ഥനയെ എങ്ങനെ തകർക്കാം. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ നശിച്ചു പോകുവാൻ ഇടയാകും. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്കാണ് ദൈവം വഴി തുറന്നു വച്ചിരിക്കുന്നത്. ഓരോ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നാം അനുഭവിക്കുമ്പോൾ, നാളുകൾ കൊണ്ട് മറ്റുള്ളവർ അനുഭവിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവർ സ്വാഭാവികമായി അവർ ജീവിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, അവരുടെ വീട്ടിലൊരു പ്രശ്നവുമില്ല, അവർക്ക് സന്തോഷം, സമാധാനം, അനുഗ്രഹം, അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര ഐക്യത, സന്തോഷമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പിശാച് കൊണ്ടിട്ട്, പ്രതികൂലങ്ങൾ കൊണ്ടിട്ട് നിങ്ങളെ തകർക്കുവാൻ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നു. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്വമുണ്ട്. നിങ്ങളെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതികൂലം കൂടും, നിങ്ങൾക്ക് പ്രതിസന്ധികൾ കൂടും. ആ പ്രതികൂല സാഹചര്യങ്ങളെ മനസ്സിലാക്കി നാം തകർന്നു പോകാതെ, അതിൽ വീണു പോകാതെ, ദൈവം നമുക്കായി ഒരു വാഗ്ദത്വത്തെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുമെന്നുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി നാം കണക്കിട്ടുകൊണ്ട് നാം മുന്നോട്ട് പ്രാർത്ഥനയിൽ വെട്ടിക്കയറിക്കൊണ്ട്, പ്രാർത്ഥിച്ച് ജയിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട്, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദത്വത്തിലേക്ക് നാം എത്തിപ്പെടുവാൻ, ആ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം നിൽക്കണമെങ്കിൽ നാം കൂടുതലായി കൃപാവരങ്ങൾ, ദൈവത്തിന്റെ ആ അഭിഷേകത്തിന്റെ ശക്തിയുടെ അളവ് നമ്മുടെ മേൽ വർദ്ധിക്കണം. ആ അളവ് നമ്മുടെ മേൽ വർദ്ധിച്ചു വരണമെങ്കിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴാണ് നാം ആ പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള അഭിഷേകത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള അഭിഷേകത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ഒരു പ്രതികൂലത്തെ വെട്ടിക്കയറുമ്പോൾ പിശാച് മറ്റൊരു പ്രതികൂലത്തെ കൊണ്ടിടും. അങ്ങനെ നാം ആ പ്രതികൂലങ്ങളെല്ലാം വെട്ടി 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 കയറി സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ആ വിശാലമായ വാതിൽ നമുക്കായി തുറക്കപ്പെടും. ദൈവം നമുക്ക് വേണ്ടി വലിയ വാതിൽ, നമുക്ക് വലുതും സഫലവുമായ വാതിൽ തുറക്കപ്പെടും. നമുക്ക് 1 കൊരിന്ത്യർ 16 അധ്യായം 9 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നു, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. എതിരാളികൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടി ദൈവം ഒരു വലിയ വാതിൽ, സഫലമായ ഒരു വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ ഉള്ള വ്യക്തിക്കാണ് ദൈവം വിശാലമായ വലുതും സഫലവുമായ വാതിൽ തുറന്നു വച്ചിരിക്കുന്നത്. ആ വലുതും വിശാലവുമായ വാതിൽ ആർക്കാണോ തുറന്നു ദൈവം വയ്ക്കുന്നത് അവർക്ക് എതിരാളികൾ കൂടുതലായി കാണും.
അവർക്ക് പല വഴിയിലൂടെയായിരിക്കും, പല രീതിയിലുമായിരിക്കും പ്രശ്നങ്ങൾ. അവർ എവിടെ പോയാലും അവിടെ എല്ലാം അവരെ എങ്ങനെ ഒതുക്കാമെന്ന് പിശാച് നോക്കി ഓരോരുത്തരെ കയ്യിലെടുത്ത് പ്രതികൂലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദൈവമക്കളായ, ദൈവം കണ്ടിരിക്കുന്നതായ, ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതായ, ദൈവത്തിന്റെ പൈതലായ, ദൈവം വാതിൽ തുറന്നു തന്നിരിക്കുന്നതായ ആ വ്യക്തി ആ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ പടവെട്ടി കയറി ആ വലുതും വിശാലവുമായ വാതിലിലേക്ക് കടന്നു പോകും. നാം ഒരു മാവ് നോക്കുമ്പോൾ ആ മാവിൽ നിറച്ച് മാങ്ങയുണ്ടെങ്കിലാണ് കുട്ടികൾ റോഡിലൂടെ പോകുമ്പോഴും പറമ്പിലൂടെയൊക്കെ പോകുമ്പോൾ കല്ലെറിയുന്നത്. മാവിൽ മാങ്ങയുണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾ കല്ലെറിയുള്ളൂ, ഇല്ലെങ്കിൽ കല്ലെറിയോ? ഒരിക്കലുമില്ല. അപ്പോൾ ഫലം ഉള്ളവർക്ക് കല്ലേറ് കൂടുതലാണ്. നിങ്ങൾക്ക് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് പ്രശ്നമാണോ, പ്രതികൂലങ്ങളാണോ? എല്ലാവരും നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നോ? എല്ലാവരും നിങ്ങളെ നിന്ദിക്കുന്നോ, പരിഹസിക്കുന്നോ? നിങ്ങളെ വളരെയധികം ഹൃദയം നുറുങ്ങുന്ന രീതിയിൽ, കീറി മുറിക്കുന്ന രീതിയിൽ നിങ്ങളെ പ്രതികൂലങ്ങളിലൂടെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലമുണ്ടെന്ന്. ഫലമുള്ള വ്യക്തികൾക്കാണ് ഏറ് കൂടുതലുള്ള. ഫലമുള്ള വ്യക്തികളെയാണ് മറ്റുള്ളവർ മൂടിക്കെട്ടുവാൻ, പുറത്തു വരാതെ മൂടിക്കെട്ടുവാൻ നോക്കുന്നത്, പുറത്തു വരാതെ ഒതുക്കി കെട്ടുവാൻ നോക്കുന്നത്, തകർക്കുവാൻ നോക്കുന്നത്. ഫെലിസ്ത്യർ ഇസഹാക്കിന്റെ ആ വാഗ്ദത്തം പുറത്തു വരാതിരിക്കുവാൻ, ഇസഹാക്കിന്റെ ഗോത്രത്തിൽ, ഇസഹാക്കിന്റെ കുടുംബത്തിൽ ആ ക്ഷാമം മാറിപ്പോകുമെന്ന് ഫെലിസ്ത്യർക്ക് മനസ്സിലായി. കിണറുണ്ടെങ്കിൽ വെള്ളമുണ്ടാകും, വെള്ളമുണ്ടെങ്കിൽ നനച്ച് അവിടെ കൃഷി ചെയ്യുവാൻ സാധിക്കും. കൃഷി ചെയ്യുമ്പോൾ ഇസഹാക്കിന് ക്ഷാമം മാറുവാനിടയാകും എന്നുള്ളത് ഫെലിസ്ത്യർ മനസ്സിലാക്കിയിട്ടാണ് ഫെലിസ്ത്യർ ഇസഹാക്ക് കുഴിച്ചതായ കിണറെല്ലാം മൂടുവാനിടയായത്. ആ സമയത്തും ഇസഹാക്കിന്റെ കയ്യിൽ വിത്ത് ദൈവം കൊടുത്തിരുന്നു. മറ്റുള്ളവരെല്ലാം ക്ഷാമം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് അവർ വച്ചിരിക്കുന്ന വിത്തുകളും കൂടെ എടുത്ത് അവരുടെ തലമുറകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഇസഹാക്കോ ദൈവം കൊടുത്ത വിത്തിനെ സൂക്ഷിച്ചു വെച്ചു, കയ്യിൽ സൂക്ഷിച്ചു വെച്ചു. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിത്തുകളാണ് അഭിഷേകം, പ്രാർത്ഥന എന്ന ശക്തി, ഉപവസിക്കുവാനുള്ള കൃപ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാനുള്ള കൃപ, വചനം ധ്യാനിക്കുവാനുള്ള കൃപ, വചനം കേൾക്കുവാനുള്ള കൃപ, പ്രസംഗങ്ങൾ കേൾക്കുവാനുള്ള കൃപ ഒക്കെ ദൈവം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന വിത്താകുന്നു. ആ വിത്തുകളെ ക്ഷാമകാലത്തിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ആ വിത്തിനെ കൂടെ കളഞ്ഞിട്ട്, ആ വിത്തിനെ കൂടെ വേണ്ട എന്ന് വച്ചിട്ട് തൽക്കാലുള്ള ആശ്വാസത്തിന് വേണ്ടി അതെല്ലാം പ്രാർത്ഥനയും കണ്ണുനീരും ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം മതിയാക്കിയിട്ട് ഇത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചിട്ട് ദൈവം നൽകിയിരിക്കുന്ന ആ വിത്തിനെ നശിപ്പിച്ചിട്ട് നാം തൽക്കാല ആശ്വാസത്തിന് വേണ്ടി പുറത്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും 100 മേനി ഇസ്ഹാക്ക് പ്രാപിച്ചതുപോലെ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ക്ഷാമകാലത്ത് താഴ്ന്നിരുന്ന്, പ്രതികൂല സാഹചര്യത്തിൽ താഴ്ന്നിരുന്ന്, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി, ദൈവമേ ഈ പ്രതിസന്ധികളെ നേരിടുവാനുള്ള അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ അഭിഷേകത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ വിത്ത് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തന്നുകൊണ്ടേയിരിക്കും. ആ വിത്ത് വിതയ്ക്കാൻ ഒരു കാലം വരും.
ആ വിതയ്ക്കാൻ ഒരു കാലം വരുമ്പോൾ നമ്മുടെ കയ്യിൽ വിത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിതയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ വിത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, ആ വിത്തിനെയും കൂടെ നാം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിതയ്ക്കുവാനായി വിത്ത് കാണത്തില്ല. ദൈവം നമുക്ക് വെള്ളം തരുമ്പോഴത്തേക്കും കിണർ നമുക്ക് കുഴിച്ച് ഇനി പിശാച് നമ്മെ തകർക്കത്തില്ല, നമ്മെ മൂടി വെക്കത്തില്ല, നമ്മെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ടൈമുണ്ട്. ദൈവത്തിന് ഒരു സമയമുണ്ട്. ഞാൻ ചിലപ്പോഴെല്ലാം പറയാറുണ്ട് തക്ക സമയമെന്ന്. ആ തക്ക സമയത്ത് നമുക്ക് വിതയ്ക്കാൻ വേണമെങ്കിൽ വിത്ത് സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ ക്ഷാമകാലങ്ങളിൽ, നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം വിത്ത് സൂക്ഷിച്ചു വെക്കണം. അഭിഷേകത്തിന്റെ ശക്തി നാം സൂക്ഷിച്ചു വെക്കണം. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, കണ്ണുനീരിലൂടെ, ദൈവസന്നിധിയിൽ വചനം ധ്യാനിക്കുന്നതിലൂടെയൊക്കെ ആ വിത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നാം കാത്തു സൂക്ഷിക്കണം. ആ അഭിഷേകം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നാം കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ഇസ്ഹാക്ക് അവസാനമായി ഒരു കിണർ കുഴിക്കുന്നു. നമുക്ക് 26 അധ്യായം 22 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെ കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്നും പറഞ്ഞു. അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ദൈവം അവിടെ ഇടം ഉണ്ടാക്കി. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഫോർ ദാറ്റ് ദേ സ്ട്രോ നോട്ട് ആൻഡ് ഹി കോൾഡ് ദ നെയിം ഓഫ് ഇറ്റ് Rehoboth. And he said, for now the Lord hath made room for us, and we shall be fruitful in the land. For now the Lord hath made room for us, and we shall be fruitful in the land. ഇംഗ്ലീഷിൽ ആ ഇടം ഉണ്ടാക്കി എന്ന് പറയുന്നതിനെ ദൈവം നമുക്ക് വേണ്ടി റൂം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. നശിച്ചുപോയി, ഫെലിസ്ത്യർ പട്ടുപോകുവാനിടയായി. നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ആ പിശാചിന്റെ ശക്തികളെ ദൈവം ഓട്ടിച്ചിട്ട് നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, നിങ്ങളെ മൂടി വെക്കുവാൻ, നിങ്ങളുടെ ഫലം പുറത്തു വരാതിരിക്കുവാൻ, നിങ്ങളെ ഒതുക്കി കെട്ടുന്നതായ ആ വ്യക്തി ജീവിതങ്ങളെ ദൈവം മാറ്റുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം മാറ്റിയിട്ട് നിങ്ങളെ ഫലവത്തതായി, നിങ്ങളെ ഫലപ്രദമുള്ള വ്യക്തികളാക്കി ദൈവം നിങ്ങളെ എന്താക്കുവാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. നിങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നതായ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, തൽസമയമെന്നും തക്ക സമയമെന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. തൽസമയം എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണ് തൽസമയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മീനിങ്, ഇംഗ്ലീഷ് മീനിങ് ഇങ്ങനെയാണ്, ടൈം ഇൻ നീഡ്, അതായത് അത്യാവശ്യ സമയത്ത്. ആ സമയത്ത് തൽസമയം നാം എന്ത് ചെയ്യണമെന്നാണ് അവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്.
കൃപ പ്രാപിക്കാൻ കൃപാസനത്തിന്റെ മുന്നിൽ ചെല്ലണം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത്യാവശ്യ സമയങ്ങളിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വന്ന് നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരും. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരും. ആ സമയം നാം എവിടെ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വച്ചിരിക്കുന്നതാണ്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നമുക്ക് നിക്കക്കള്ളി ഇല്ലാതെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത സമയം കടന്നു വരുമ്പോൾ കൃപാസനത്തിന്റെ മുമ്പിൽ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ, കൃപ പ്രാപിക്കുവാൻ, കൃപാസനത്തിന്റെ മുന്നിൽ കടന്നു വരുവാൻ. അതുകൊണ്ടാണ് നാം ഉപവസിക്കുന്നത്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുകയില്ല കർത്താവേ എന്നുള്ള ആ ഒരു സമയമുണ്ട്. ആ ടൈം വരുമ്പോൾ ദൈവം ആ തൽസമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മെ ഭയങ്കരമായിട്ട് ഞെക്കി ഞെരുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നാം കൃപാസനത്തിന്റെ മുമ്പിൽ കടന്നു ചെല്ലണം. അതുകൊണ്ടാണ് ഉപവസിക്കുവാൻ നാം ഒരുങ്ങുന്നത്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ആ പ്രശ്നങ്ങളെ മാറ്റിത്തരണമേ ദൈവമേ, ഈ പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റിത്തരണമേ ദൈവമേ എന്ന് നാം പ്രാർത്ഥിക്കുവാനിടയായിത്തീരുന്നത്. നാം പ്രാർത്ഥിക്കുന്നതിലൂടെ കൃപാവരങ്ങൾ പ്രാപിക്കുവാനിടയാകുന്നത്. ഈ ദൈവമേ, ഈ പ്രശ്നങ്ങളെ ജയിക്കുവാനുള്ള കൃപ, ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. തൽസമയത്ത് ആ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം മുഴങ്കാൽ മടക്കി കൃപാസനത്തിന്റെ മുമ്പിൽ ചെല്ലണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നാൽ തക്ക സമയം, ദ ഡ്യൂ ടൈം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. ഇസ്രായേൽ മക്കളെ തകർക്കുവാൻ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 1 പത്രോസ് 5-ാം അധ്യായത്തിലാണ് തക്ക സമയത്തെക്കുറിച്ച് പറയുന്നത്. ആ തക്ക സമയം എന്നുള്ളത് നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമുക്കൊരിക്കലും അത് അറിയുവാൻ സാധിക്കത്തില്ല. ആ തക്ക സമയം നമുക്ക് മനുഷ്യൻ ഒരിക്കലും മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കുകയില്ല. അത് ദൈവത്തിന് മാത്രമേ ആ ഡ്യൂ ടൈം അറിയാവൂ. ആ ഡ്യൂ ടൈം അറിയാവൂ. ഇസ്രായേൽ മക്കളെ ഫെലിസ്ത്യൻ കൊല്ലുവാനായി കടന്നു വന്നപ്പോൾ, ആ ഗോലിയാത്ത് കടന്നു വന്നപ്പോൾ ദൈവം അവിടെ ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. ആ തക്ക സമയത്തു ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ ചെങ്കടലിലും ഫറവോന്റെയും ഇടയിലായപ്പോൾ ആ തക്ക സമയത്ത് ദൈവം അവിടെ മോശയോട് ആ കമ്പ് കൊണ്ട് ചെങ്കടലിൽ അടിക്കുവാനും ആ കടൽ 2 പിളർന്നു മാറുകയും ചെയ്തു. ചെളിയെല്ലാം ഉണങ്ങുവാനിടയായി. കടലിൻ്റെ അകത്ത് കുന്നും മലകളുണ്ട്. നമ്മൾ TV-യിലെല്ലാം കാണാറില്ലേ? കടലിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ, കടലിന്റെ ഉൾമേഖലകളെല്ലാം കാണിക്കുമ്പോൾ നാം കാണാറില്ലേ? ഒത്തിരിയും കല്ലും കുന്നും അതിൻ്റെ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ മീനുകൾ ഇങ്ങനെ പോകുന്നതും അതിലൊത്തിരിയും പാറക്കൂട്ടങ്ങളൊക്കെ നാം കാണാറില്ലേ? പക്ഷേ ആ ദൈവം അവർക്ക് തക്ക സമയത്ത് ഫറവോനിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആ തക്ക സമയത്ത് മോശയോട് പറഞ്ഞു, ആ ചെങ്കടലിന്മേൽ കമ്പ് തൊടുവാൻ പറഞ്ഞപ്പോൾ, നീട്ടുവാൻ പറഞ്ഞപ്പോൾ ആ കടൽ 2 പിളർന്ന് ഭിത്തിയായി നിന്നപ്പോൾ തന്നെ ഈ മലകളെയും പാറകൂട്ടങ്ങളെയും കുന്നുകളെയും എല്ലാം ദൈവം സമഭൂമിയാക്കി മാറ്റി.
എന്നാൽ മാത്രമല്ലേ സ്പീഡിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ കയറി, ആ കുന്നിൽ കയറി ഇറങ്ങി, പാറക്കൂട്ടത്തിൽ കയറി വീണും എഴുന്നേറ്റും ഒക്കെ പോകേണ്ടി വരത്തില്ലേ? പക്ഷെ ദൈവം അത് തക്ക സമയത്ത്, ആ ഡ്യൂ ടൈമിൽ ദൈവം അതെല്ലാം നിരപ്പാക്കി മാറ്റി അവരെ രക്ഷിച്ചു. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്ത സന്തതിയെ കുറിച്ച് പറഞ്ഞു. അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഉൽപ്പത്തി 21:2 നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം സാറയ്ക്ക് തക്ക സമയത്ത് ഗർഭം കൊടുത്തതായിട്ട് ദൈവം പറഞ്ഞതായ ആ ടൈമിൽ, ദൈവം അബ്രഹാമിന് പറഞ്ഞതായ ഒരു ടൈമുണ്ട്. ആ ടൈമിലാണ് ദൈവം അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്യുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അവധി വച്ചിട്ടുണ്ട് ദൈവം. ആ ഡ്യൂ ടൈം ദൈവം ഒരു അവധി വച്ചിട്ടുണ്ട്. ദൈവം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന, ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണാം, ഫോർ സാറ കൺസീവ്ഡ് ആൻഡ് ബെയർ Abraham is son in his old age at the set time of which God had spoken to him. Set time. ദൈവം വച്ചതായ ആ സമയം, ദൈവം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന സമയം. ആ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന സമയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം, അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ് ഇസഹാക്കിന് സാറ ജന്മം കൊടുക്കുമെന്ന്. ദൈവം സാറയിലൂടെ അബ്രഹാമിന് ഇസ്ഹാക്കിന് ജന്മം കൊടുക്കുവാൻ ഒരു സമയം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു ടൈം സെറ്റ് ചെയ്തു വെച്ചിരുന്നു. ആ ടൈമിലാണ് സാറ ഇസ്ഹാക്കിന് ജന്മം കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അബ്രഹാമിന് വാഗ്ദത്തം നേരത്തെ കിട്ടിയതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ അബ്രഹാം എത്രയോ വർഷം കാത്തിരുന്നു ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം പല ദൈവദാസന്മാരിലൂടെ, ദൈവ മക്കളിലൂടെ, ദൈവദാസിമാരിലൂടെ, അത് മാത്രവുമല്ല നാം തന്നെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ഉപവാസത്തോടും കണ്ണുനീരോടും കൂടി പല ദിവസങ്ങൾ നാം ഇരുന്ന സമയത്ത് നമ്മോട് തന്നെ ദൈവം ഇടപെട്ടതായ, നമ്മോട് തന്നെ ദൈവം സംസാരിച്ചതായ, നാം തന്നെ കേട്ടതായ ദൈവ ശബ്ദങ്ങൾ വാഗ്ദത്തമായി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നിറവേറാൻ ദൈവത്തിനൊരു ടൈമുണ്ട്. ദൈവം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഇന്നാണോ, നാളെയാണോ, മറ്റൊന്നെയാണോ, ഒന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. പക്ഷേ ആ ടൈം, ദൈവം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ടൈമിന് വേണ്ടി നാം ക്ഷമയോടെ കാത്തിരിക്കണം. നാം ക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ നാം ക്ഷമയോടെ കാത്തിരുന്ന് ദൈവം തരുന്നതായ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒക്കെ ദൈവം അവസരങ്ങൾ തരുമ്പോൾ അതിനെല്ലാം നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും നാം താഴ്ന്നിരുന്ന് അവരുടെ വിടുതലുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം ആ വിശ്വസ്തത കണ്ടിട്ട്, ദൈവം അബ്രഹാമിനെ വിശ്വസ്തനായി കണ്ടിരുന്നു. ദൈവം അബ്രഹാമിനെ സ്നേഹിച്ചിരുന്നു, ഇസഹാക്കിനെ സ്നേഹിച്ചിരുന്നു. അതുപോലെ അനേകം ഭക്തന്മാരെ നമുക്ക് ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴാണ് നടന്നത്? ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോഴും അവിടെ ദൈവം എന്ത് ചെയ്തു? ആ കറക്റ്റ് ടൈമിൽ സിംഹത്തിന്റെ വായെ ദൈവം അടച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സിംഹത്തെ പോലെ ഗർജിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ കാണും.
ചെങ്കടലാകുന്ന പ്രശ്നങ്ങൾ കാണും. എന്തു തന്നെ ആകട്ടെ, ദൈവം സെറ്റ് ചെയ്തേക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ പ്രാപിച്ചിട്ടുള്ള, ദൈവത്തിൻ്റെ ഫലപ്രദമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി ദൈവം കണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവം അത് നടക്കുവാനായിട്ട്, ആ വാഗ്ദത്വങ്ങൾ നടക്കുവാനായിട്ട് ഒരു ടൈം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈം ആകുമ്പോഴാണ് നമുക്ക് വലുതും വിശാലവുമായ വാതിൽ, വലുതും സഫലവുമായ വാതിൽ തുറന്നു കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുവരെ എതിരാളികളെ കൊണ്ട്, പ്രതികൂലങ്ങളെ കൊണ്ട്, പ്രശ്നങ്ങളെ കൊണ്ട് നാം വളരെയധികം പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. എന്നാലും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ വിത്തുകളെ നാം കാത്തു പരിപാലിച്ച് അത് നശിച്ചു പോകാതെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥനയാകുന്ന വിത്തായിരിക്കാം, ഉപവസിക്കുവാനുള്ള വിത്തായിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ തന്നിരിക്കുന്ന വിത്തായിരിക്കാം. അതെല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ നീരുറവ, കൃപാവരങ്ങളെ കൃപ കൊണ്ട് നിറയുവാനായി നാം താഴ്ന്നിരുന്നു കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, വിശ്വസ്തയോടെ നാം ആയിരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആ ഡ്യൂ ടൈമിൽ, ദൈവം സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ ഒരു ഡ്യൂ ടൈമാണ്, ആ ഡ്യൂ ടൈമിൽ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതായ ആ വാഗ്ദത്തങ്ങൾ നിറവേറുന്ന വ്യക്തികളായി മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്ചര്യമാക്കി, തലമുറകൾ ഓർക്കുന്ന വ്യക്തിയാക്കി, അബ്രഹാമിനെ ഓർക്കുന്നത് പോലെ, ഇസഹാക്കിനെ ഓർക്കുന്നത് പോലെ, നമുക്കറിയില്ലേ, അനേകം ദൈവദാസന്മാരെ നാം ഓർക്കുന്നില്ലേ, അനേകം ദൈവഭക്തന്മാരെയും ഭക്തകളെയും അവർ ഈ മൺമറഞ്ഞു പോയിട്ടും അവർ ചെയ്തതായ, ദൈവം അവരിലൂടെ ചെയ്തതായ പല കാര്യങ്ങളും നാം ഇന്നും ഓർക്കുന്നു. നാം കണ്ടിട്ടില്ല അവരെ, പക്ഷേ തലമുറകൾ അവരെ കുറിച്ച് പറഞ്ഞു കൈമാറി നമ്മുടെ പേരുമെത്തി. അതുപോലെ നമ്മെയും ദൈവം ചരിത്രമാക്കി മാറ്റും. മറ്റുള്ളവർക്ക് നമ്മുടെ തലമുറകൾ കൈമാറി അനേകം തലമുറകളുടെ മേൽ നമ്മെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ, നമ്മുടെ പേരും അതിലൂടെ കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ, അബ്രഹാമിനെയും ഇസഹാക്കിനെയൊക്കെ നിർത്തിയിരിക്കുന്നത് പോലെ അവരുടെ കൂടെ കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ നമ്മുടെ പേരിനെയും ദൈവം കൂട്ടിച്ചേർക്കുവാനിടയായിത്തീരും. അതിനായി വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് കൃപ പ്രാപിച്ച് കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ, കൃപ വർദ്ധിപ്പിക്കുവാനായി കൃപാസനത്തിൻ്റെ കീഴിൽ താഴ്ന്നിരുന്ന്, കൃപാസനത്തിൽ ചെന്ന് കൃപ പ്രാപിക്കുവാനായി ദൈവസന്നദ്ധിയിൽ താഴ്ന്നിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം ഇന്നത്തെ. ആ വിശ്വസ്തയോടെ നാം മുന്നോട്ട് പോകുമ്പോൾ, കൃപാസനത്തിൽ താഴ്ന്നിരിക്കേണ്ട സമയത്ത് നാം താഴ്ന്നിരുന്ന് വിശ്വസ്തയോടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിത്തുകളെ നശിച്ചു പോകാതെ വണ്ണം നാം കാത്തു സൂക്ഷിച്ച് നാം കരുതി വയ്ക്കുമ്പോൾ, ദൈവം നമ്മെ എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം നമ്മെ എത്തിക്കുവാനും നമ്മെ ഫലമുള്ളവരാക്കി മാറ്റുവാനും ഇടയാകും. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. ദൈവം നിങ്ങളുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്ന വിത്തുകളെ നിങ്ങൾ സൂക്ഷിക്കുന്നവരായി, വിശ്വസ്തയോടെ സൂക്ഷിക്കുന്നവരായി ആയിരിക്കാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. പ്രതികൂലങ്ങളെ കണ്ട് പതറരുത്, പ്രതിസന്ധികളെ കൊണ്ട് പതറരുത്. അതൊന്നും നിങ്ങളെ മുക്കിക്കളയത്തില്ല, അതൊന്നും നിങ്ങളെ മൂടിക്കളയത്തില്ല. ഫെലിസ്ത്യർ മൂടിയിട്ടും ഇസഹാക്ക് ലാസ്റ്റ് കിണർ കുഴിച്ചില്ലേ? അവലെ വെള്ളം കൊണ്ട് ക്ഷാമത്തെ മാറ്റിയില്ലേ? 100 മേനി കൊയ്തില്ലേ? അതുപോലെ നിങ്ങളും 100 മേനി കൊയ്യുന്നവരാക്കി ദൈവം മാറ്റുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.